ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പൂരമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ കാവശ്ശേരി പൂരം. അത് വരുന്ന 31-ാം തീയതിയാണ്. അത് ഞാൻ പറഞ്ഞതല്ല, ഏറ്റവും ദീർഘമേറിയ പകൽ വെടിക്കെട്ടും രാത്രി വെടിക്കെട്ടുമായിട്ട് ആകാശത്തെ കണ്ണൻ ചിമ്പിക്കുന്ന, അങ്ങനെ തന്നെ പറയണം, അത്രയും വലിയ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മാർച്ച് 31-ന് നമ്മുടെ കാവശ്ശേരി പൂരം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരു വീഡിയോയിൽ അവർ തന്നെ അവരുടെ കമ്മിറ്റിക്കാർ പറയുന്നൊരു വീഡിയോ അങ്ങ് കാണിച്ചു തരാം. കഴനി കാവശ്ശേരി പൂരം മഹോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ പകൽ വെടിക്കെട്ട് നടക്കുന്നത് കഴനി കാവശ്ശേരി പൂരത്തിലാണ്. കൃത്യം ഒരു 12 മണി മുതൽ ഏതാണ്ട് ഒരു 3:30 മണി വരെയാണ് വെടിക്കെട്ട് നടക്കുക. അത് പകൽ വെടിക്കെട്ടാണ്. ശേഷം വൈകുന്നേരത്ത് ഒരു 6 മണിക്ക് പകൽപൂര കമ്മിറ്റിയുടെ ഒരു ഗംഭീര വെടിക്കെട്ടുണ്ട്. അതിനുശേഷം രാത്രി 12 മണിയോടുകൂടി പിറ്റേ ദിവസം പുലർച്ചെ 5 മണി വരെ 3 ദേശത്തിൻ്റെയും വെടിക്കെട്ടുണ്ട്. ഇത് കൂടാതെ കഴിഞ്ഞ ദേശത്തിൻ്റെ മാത്രം പ്രത്യേകത, കഴിഞ്ഞ ദേശം 26-ാം തീയതി സാമ്പിൾ വെടിക്കെട്ടും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു വലിയ വെടിക്കെട്ട് പ്രേമികൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉത്സവമാണ് കഴനി കാവശ്ശേരി പൂരം മഹോത്സവം. അപ്പോൾ കേട്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇന്നാണ് സാമ്പിൾ വെടിക്കെട്ട്. അപ്പോൾ ഇന്ന് തന്നെയാണ് എൻ്റെ നാട്ടിലെ ഒരു ചെറിയൊരു വേലയും നടക്കുന്നത്. തരൂർ വേല എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഞാൻ ആ വഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതെടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ആമുഖമായിട്ട് പറഞ്ഞെന്താ വെച്ചാൽ, നമ്മുടെ വീഡിയോ ഒന്നാമത് ക്വാളിറ്റി ഇല്ല, രണ്ടാമത് വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. മുമ്പ് ഒരുപാട് വട്ടം പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ ആളുകളും പറഞ്ഞു, ഇപ്പോൾ എനിക്ക് 750-750 സബ്സ്ക്രൈബ് ആയല്ലോ, ഇത്രയും ചെറിയൊരു വീഡിയോ ക്വാളിറ്റി ഇല്ലാണ്ട് ഇട്ടിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ മസ്കറ്റിലേക്ക് പോകും. അപ്പോൾ പിന്നെ കണ്ടൻറ്റും ഉണ്ടാവില്ല, വീഡിയോകളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ പാലക്കാട് ടൗണിലാണ് ഉള്ളത്. ഒരു സുഹൃത്തിന് മരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ അത് മേടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. അത് കൊണ്ടു കൊടുക്കാൻ പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മുടെ വേലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ 3 മിനിറ്റിൻ്റെ അടുത്തുള്ള വീഡിയോകളാണ് ഒരുപാട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 2 വീഡിയോ മാത്രമാണ് 3 മിനിറ്റിൻ്റെ മേലെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുറേ ദീർഘമായ വീഡിയോ 1000 പേരെങ്കിലും കണ്ടാലേ എന്താണ് നമുക്ക് ഇതൊക്കെ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ 2 ഇട്ടിട്ടുള്ളൂ. പക്ഷേ ആദ്യം 100 പേര് 120 പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ 3 മിനിറ്റിന് മേലെ ഉണ്ടാവും. പറ്റുന്നവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നല്ല കമൻറ്റുകൾ നമുക്ക് ഇടാൻ പറ്റുന്നവരൊക്കെ ഇടുക. അപ്പോൾ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ വളരെ ഉപകാരമാവും. അങ്ങനെ നമ്മൾ തരൂരെത്തി. തരൂരിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളാണ്. നമ്മൾ ചെറുപ്പത്തിൽ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. അപ്പോൾ രാവിലത്തെ എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആനകൾ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്കൂൾ ഗ്രൗണ്ടിലാണ് പണ്ട് മുതലേ നിർത്തൽ. അപ്പോൾ 5 ആനകളാണ് ഉണ്ടാവൽ. മറ്റേ ആനപ്പന്തലിലും ഒരു 5 എണ്ണമായിട്ടൊക്കെ കണ്ട്. ഒന്നവിടെ നിൽക്കുന്നുണ്ട്, 2 ഇപ്പുറത്ത് നിൽക്കുന്നു, ഒന്നതാ ആ ഭാഗത്ത് അങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ എല്ലാവരെയും സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പകൽ വേലയും കണ്ടൊരു ഫ്രീ ആയി കിട്ടിയ വീശറിയും വീശി ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ഹക്കീമൊക്കെ നമുക്കായിട്ട് വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 11 ഗ്ലാസ് നല്ല മോരും വെള്ളം ഉണ്ടായിരുന്നു. അതും കുടിച്ചു. നമ്മൾ വെടിക്കെട്ടിൻ്റെ സമയം ചോദിച്ചപ്പോൾ 1:30 എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ വെടിക്കെട്ടൊക്കെ നടക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. കുറേ ആൾക്കാരിങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ട് പോയതാണ്. അപ്പോൾ അവിടെ എല്ലാ സജ്ജീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മരുന്നും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നതും അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. ആ കാണുന്ന വണ്ടികൾ നിർത്തി അവിടെ മുതൽ കത്തിച്ചിട്ട് നേരെ അവസാനം ഇവിടെ എത്തും. ഈ രൂപത്തിലാണ് കത്തിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഓലപ്പടക്കമൊക്കെ ആ തലക്കിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളൊരു ഇങ്ങനെ ഒരു വേലയ്ക്ക് വന്നിട്ട് ഇതൊക്കെ ഫില്ലാക്കുന്നതിൻ്റെ ഇപ്പോൾ മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ. ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ വേല ചെയ്തുകൊണ്ട് മറ്റുള്ളവരും ചിലപ്പോൾ അടുപ്പിക്കാൻ സമ്മതിക്കുമെന്ന് അറിയില്ല. എന്തായാലും ആ തലക്കുന്ന ഇങ്ങനെ പൊട്ടി വരും. 1 മണിയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 12 12:30 12:30 ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ പിടിക്കും. മരുന്നൊക്കെ ഒരു നിറച്ച് സെറ്റാക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഇതാണ് നമ്മുടെ മുത്ത് മാണിക്കക്കല്ലുക, എല്ലാ കാര്യങ്ങളും
പിന്നെ ഒരു വേലൻ്റെ ഐതിഹ്യമായിട്ട് നമ്മുടെ കുതിര കാൽനാട്ടുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ നോക്കി നിൽക്കണം, നമ്മുടെ സുഹൃത്തുക്കളെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അവർ ആ കുതിരനെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ പൊക്കിയെടുത്ത് അവർ തയ്യാറാക്കി വെച്ച സ്ഥലത്തേക്ക് വെക്കുകയാണ്. പിന്നെ ഇവിടെ നിന്നും മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ട് വെക്കും. ഇത് എല്ലാം വെച്ചതിന് ശേഷമാണ് ഇവർ ഉച്ച വെടിയുടെ തിരികൊളുത്താൻ വേണ്ടിയിട്ട് പോകുക എന്നാണ് പറഞ്ഞത്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കുറേ വടിയായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന കണ്ടു. ഞാൻ വിചാരിച്ചു ശരിക്കും വഴക്ക് കൂടിയാണെന്ന്. പക്ഷേ അവരെല്ലാം വേറെ എന്തോ കാണിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വേല കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ പിരിവിനായിട്ട് നമ്മൾ ആളുകൾ കണ്ടപ്പോൾ അവിടെ നേരിട്ട് വന്നു. എല്ലാം അവിടെ നിന്ന് മുങ്ങി. പിന്നെ അവിടെ ചെറിയൊരു എഴുന്നള്ളത്ത് പോലെ വെടിക്കെട്ടിൻ്റെ തിരി കൊളുത്തിയിട്ട് കൊണ്ടുപോകുന്നൊരു ഇതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇങ്ങനെ തുടക്കമായിട്ട് അപ്പുറത്ത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചു. പിന്നെ നേരെ വലിയ ഉച്ചവെടിക്ക് വേണ്ടിയിട്ടുള്ള തിരികൊളുത്തലാണ്.